കുറച്ചു സമയം ഇനി പുറത്തേക്കൊന്ന് കണ്ണോടിക്കാം. ഈ പച്ചപ്പും കിളികളുടെ ശബ്ദവും ശുദ്ധവായുവും കുളിർമയുമെല്ലാം നാട്ടിൻപുറത്ത് നിന്നുകൂടി മായുവാൻ തുടങ്ങുന്നു. നെൽവയലുകൾ അപ്രത്യക്ഷമായതോടെ എത്ര ജീവികളാണ് ഇല്ലാതായത്. ഇതൊന്നും നമ്മെ ബാധിക്കുന്നേയില്ല എന്ന് തോന്നും നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ, അല്ലേ? നീർക്കാക്കകളെ ഇപ്പോൾ പഴയതുപോലെ കാണുന്നില്ല. കാരണം തണ്ണീർത്തടങ്ങൾ ഇല്ലാതാകുകയോ കുറയുകയോ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ. എല്ലാ പക്ഷികൾക്കും ജന്തുക്കൾക്കും ഇപ്പോൾ അവ കണ്ണീർത്തടങ്ങളാണ്. ഏതോ ഒരു പ്രത്യേക ജന്തു പോലുണ്ടല്ലേ? പലതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതുപോലെയാണ്. ഇളനീർ കേരളം എന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല. 60 രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. എന്തെല്ലാം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്നും എത്ര നാൾ അങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നും നമുക്കറിയില്ല. പൂച്ചകളുമായിട്ടുള്ള സഹജീവനമാണ് നാം ഇപ്പോഴും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം. അതിനെയെങ്കിലും അവഗണിക്കാതിരിക്കാം. ഇടുക്കിയും വയനാടും ഒഴികെ എല്ലായിടവും ചുട്ടുകൊള്ളുന്നുണ്ട്. താപനില ഓരോ വർഷവും റെക്കോർഡിടുന്നു. പാത്രം നിറച്ച വെള്ളമെങ്കിലും നൽകാം പറവകൾക്ക്, മിണ്ടാപ്രാണികൾക്ക്, പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്തവർക്ക്. നാളുകൾ നമ്മുടെ കൈകളിലാണ്. അടുത്ത തലമുറയ്ക്കായി നമുക്ക് കരുതി വയ്ക്കാം നല്ല വായുവും നല്ല വെള്ളവും നല്ല ജീവിതവുമെല്ലാം. എൽനിനോ പ്രതിഭാസം, ഹരിതകർക്കവാതകങ്ങളുടെ വർധനവ്, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞാലും ചൂട് കുറയണമെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ വിചാരിക്കണം. ഒരു മൈക്രോ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഥ ചൂട്. എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ടും ആരും എന്നോട് ചൂടായില്ല, പ്രകൃതി ഒഴികെ. ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനേ കഴിയുന്നില്ല.